എനിക്ക് ഞെട്ടലോടെയാണ് രാവിലെ ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. ജോർജ് പി എബ്രഹാം ലക്ഷോർ ഹോസ്പിറ്റലിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ്. അതും സർജറിയിലെ പ്രത്യേകിച്ച് റീനൽ ട്രാൻസ്പ്ലാന്റ്, യൂറോളജി വിഭാഗം. എനിക്കൊന്നും ഇത്രയും ഒരു ഫേമസ് ആയ ഒരു വ്യക്തി കാണത്തില്ല. കേരളത്തിൽ തന്നെ ഇത്രയും ഈ ഒരു മേഖലയിൽ ഫേമസ് ആയ ഒരു വ്യക്തി കാണത്തില്ല. അദ്ദേഹം ഒരു 2000+ റീനൽ ട്രാൻസ്പ്ലാന്റ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് വരെയുള്ള സർജറീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കടാവറിക്കുള്ള ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ 1000 കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്നലെ ആത്മഹത്യ ചെയ്തു. അതിന്റെ റീസൺ ആണ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഗ്രൂപ്പിൽ പലയിടത്തും ചോദിച്ചു നോക്കി എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിന് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരു തരത്തിലും അത്തരത്തിലുള്ളൊരു മനോവിഷമം ഉള്ളൊരു വ്യക്തിയായിട്ട് അറിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സഹോദരനായിട്ട് സംസാരിക്കുന്നു. ഇന്നലെ വൈകുന്നേരവും കണ്ടവരുണ്ട്. അദ്ദേഹം എന്ത് പ്രശ്നത്തിലൂടെയാണ് പോയതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതാണ് ഇന്നത്തെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മാറ്റർ എന്ന് പറയേണ്ടി വരും. മെന്റൽ ഹെൽത്ത് റിയലി മാറ്റേഴ്സ് എന്നുകൂടെ പറയേണ്ടി വരും. അത് ശരിക്കും മാറ്റേഴ്സ് തന്നെയാണ്. ഇപ്പോൾ BPO, ഷുഗർ, ഇപ്പോൾ ഒരാൾക്ക് തലവേദന എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് BP ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നോർമൽ ആണോ അബ്നോർമൽ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ. പക്ഷെ അതിനൊക്കെയല്ല ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരാളിങ്ങനെ വന്ന് പറയുകയാണെന്നെങ്കിൽ നമുക്കൊരു മെഷീനോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റോ ഇല്ല അതിനെ നോക്കാനായിട്ട്. ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കും. ഇപ്പം ഡോപ്പമിനോ സെറോട്ടോണിനോ വെച്ച് ഹോർമോണൽ ഒരു വേരിയേഷൻ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വേവ് സർജറി, EEG തന്നെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ മൈന്യൂട്ട് ഷാർപ്പ് ആയിട്ടുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെയും കൂടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഭാവിയിൽ. ഇപ്പൊ എന്തായാലും ഒരാൾ ഡിപ്രഷനിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലിനിക്കലായിട്ട് നമുക്ക് പറയാന്നുള്ള ബുദ്ധിമുട്ടാണ്. അത് പല സമയത്തും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും എഡ്യൂക്കേഷനായ അദ്ദേഹത്തിന് വരെ അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ ഇതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഒരു ബാഡ് മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. അത് എത്രത്തോളം അത് ആൾക്കാരിൽ ബാധിക്കും എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. കാരണം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആൾക്കാർ അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ തന്നെ ഈ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കും അന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവും. ഒരുപാട് പേര് താങ്ക്ഫുൾ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പം ഇത്രയും വലിയൊരു മനുഷ്യൻ, സാധാരണ ഒരാൾ മരിക്കുന്ന കണക്കല്ല, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി ഇത്ര നിസാരമായിട്ട് മരിച്ചു പോകുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര നിസാരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ ഒടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ നിൽക്കുന്ന ഒരു മെഡിക്കൽ മെഡിക്കൽ ഒരു സൊസൈറ്റിയുടെ തന്നെ വലിയൊരു തെറ്റാണ്. അത് അകത്തുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് ഒരു കാരണവശാലും ഇവർ നോക്കുന്നില്ല എന്നതിനുള്ള ഒരു കാരണമാണ്. ഒരുപാട് റീസൺസ് ഉണ്ട്. ഇത് ഈ ഇടയ്ക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ഗൈനിയിൽ ഒരു SR, അത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നാണെന്ന് തോന്നുന്നു, എന്തോ ഫാമിലി ഇഷ്യൂ കാരണം എലി വിഷം എന്തോ എടുത്ത് കഴിച്ചാൽ മരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. സോ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ചുറ്റും നടക്കുന്നത്. ഇത് നമ്മൾ ഈ ഡോക്ടേഴ്സായിട്ട് പുറത്തുള്ള രോഗികളെ ചികിത്സിക്കുന്ന ആ സമയത്ത് ഇനി അകത്തുള്ള ആൾക്കാർക്കും മെന്റലി സപ്പോർട്ടുകൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിക്രമിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ലേറ്റായി എന്ന് പറയാം. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു ലൈഫാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കുള്ള ഒരു അത്ര ആ രീതിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ ഡോക്ടേഴ്സ് ഉണ്ട് പല ഹോസ്പിറ്റലുകളിലും. ഇപ്പം 36 ഇപ്പോൾ PGസിന്റെ അവസ്ഥ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ PG ഇന്റേൺസിന്റെ അവസ്ഥ വെച്ച് സത്യം പറഞ്ഞാൽ തുടങ്ങേണ്ടതാണ്. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്കാണ്, ഉറക്കമില്ലാതെ 365 ഡേയ്സിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് മാറ്റി നിർത്തി കുറച്ചും കൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ 9 to 4 അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിൽ 8 to 8. അപ്പം ആ ഒരു നൈറ്റ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഡോക്ടേഴ്സിന്റെ ലൈഫിൽ. അപ്പം നൈറ്റ് എടുക്കുക. പക്ഷെ നൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ടോട്ടലി ഒരു ഓഫ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വീക്കിലി ഒരു 16 or 48 hours മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കണം. അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നമാവും. കാരണം പഴയ ജനറേഷൻ അല്ല ഇന്നത്തെ ജനറേഷൻ. അത് ഫിസിക്കലി ആയാലും മെന്റലി ആണെങ്കിലും പഴയ കണക്ക് ഡോക്ടേഴ്സിന് നല്ല ഒരു ഡോക്ടേഴ്സ് എണ്ണം ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, നല്ല സാച്ചുറേറ്റഡ് ആണ്. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ non-PG ഉള്ള ഡോക്ടേഴ്സും ഉണ്ട്, non-PG ആയിട്ടുള്ള ഡോക്ടേഴ്സിന് നമുക്ക് ഇഷ്ടംപോലെ ഹയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും, വർക്ക് പ്രഷർ. അപ്പോൾ അവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് നല്ല പിന്നെ ഏറ്റവും വലിയ കാര്യം നല്ലൊരു ഫുഡ്. ഞാൻ
അങ്ങനെ പറഞ്ഞതല്ല, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനുഭവിച്ചൊരു കാര്യമാണ്. അവിടെ നല്ലൊരു ക്യാൻറ്റീനോ ഒന്നുമില്ല നമുക്ക് പോയി ഒന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതിനോ. അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചാൽ പിന്നെ നല്ല പണിയാണ് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങൾ, ബേസിക് ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന വർക്ക് പ്രഷർ, പിന്നെ ഹറാസ്മെന്റ് ഫ്രം ദ പേഷ്യൻസ്, അത് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് താമസിച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ എന്തോ ഒരു എമർജൻസിക്ക് വേണ്ടി പോയി. ആ സമയത്ത് ആരോ വീഡിയോ എടുത്തിട്ടു, ഇവിടെ ഡോക്ടേഴ്സ് ഇല്ല, ഡോക്ടേഴ്സ് നോക്കുന്നില്ല. അദ്ദേഹം 1000 പേരെ നോക്കിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിന് എന്തോ ഒരു ആ ടൈമിൽ സമ്മതിക്കുന്നു, തെറ്റ് തന്നെയാണ്, പക്ഷേ എന്തോ ഒരു വേറെ മീറ്റിംഗ് എമർജൻസി ആയിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശമായ കാര്യമാണ്. ഈ സെയിം കാര്യം നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്യും. ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മണിക്കൂറോളം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഡോക്ടർ എമർജൻസി ആയിട്ട് വേറെ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ ക്യാഷും കൊടുത്ത്, നമ്മൾ നല്ല OPD ടിക്കറ്റ് ക്യാഷും കൊടുത്ത്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്യാഷും കൊടുത്തിരിക്കുമ്പോൾ ആ ഡോക്ടേഴ്സ് എമർജൻസി എന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോൾ അവർക്ക് വേണ്ടി പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് നീട്ടി വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും അവർക്ക് ആർക്കും ഒരു വിഷമവുമില്ല. പക്ഷേ ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പേഷ്യൻസിൻ്റെ സ്വഭാവം മാറും. അവർക്ക് അപ്പം തന്നെ കാര്യങ്ങളെല്ലാം നടക്കണം, അവർക്ക് അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഒരു ഡോക്ടർ മാത്രമാണ് പല ഈ ചെറിയ ചെറിയ ആശുപത്രി ഉള്ളത്. അവർ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് മനുഷ്യരാണ് അവിടെ ഇരിക്കുന്നതെന്നൊരു ബോധവും കൂടെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു തെറ്റിദ്ധാരണ വെച്ചാൽ ഈ ഡോക്ടർമാർ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ നിന്ന് വാങ്ങുന്നത്. ഒരു PHSCയിൽ ഇരിക്കുന്ന, നമ്മുടെ ഗവൺമെൻറ് സർവീസിലല്ലാതെ കോൺട്രാക്റ്റിൽ വരുന്നവർക്കാണെങ്കിൽ 45-35 രൂപയാണ് ആകെ കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നതിന് കിട്ടുന്ന ക്യാഷാണ് ഒരു ഡോക്ടറിന്. അത്രയും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള. ബാക്കി ഇപ്പോൾ തെങ്ങ് കയറാൻ പോയാൽ തന്നെ ഡെയിലി ഒരു 2000-5000 ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഡിമാൻഡും സപ്ലൈ എന്ന് പറയുന്ന വലിയ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊരു ബന്ധമുണ്ട്. അപ്പം ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സപ്ലൈ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതാണ് ഇന്നത്തെ ഡോക്ടേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് കേരളത്തിൽ എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിലാണ് ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, PG ആയാലും കുറച്ചുകൂടെ കഴിഞ്ഞാലും. സോ ഇതെല്ലാം ഈ ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർക്കിംഗ് അവേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ എൻജോയ് ചെയ്യേണ്ട മറ്റ് ടൈമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറയും, ലാഗ് ചെയ്യും. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊരു ബോധവൽക്കരണം ഇവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, നമുക്കറിയാം ഒരുപാട് പരാതികളാണ് ഡെയിലി. ഞാൻ ഒരു 3-4 പരാതി അയച്ചിട്ടുണ്ട് പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. കണ്ടിന്യൂസ് ആയിട്ട് 36 hours വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 24 കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പം ഞാനും അയച്ചിട്ടുണ്ടൊരു കംപ്ലൈൻറ്റ്. അപ്പം അതിനൊന്നും ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും വർക്ക് ചെയ്യണമെന്നാണ് അവരും പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പ്രശ്നം വെച്ചാൽ ഈ ഓൾഡായ ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലത്ത് അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അന്നത്തെ കാലത്തുള്ള നീറ്റിൻ്റെ എക്സാമോ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു കോച്ചിങ് പോലും ഉണ്ടാവില്ല. അന്ന് ഈ തരത്തിലുള്ള പ്രഷറും കാര്യങ്ങളൊന്നും ഇത്തരത്തിലില്ല. പിന്നെ സൊസൈറ്റിയും നല്ല റെസ്പെക്റ്റ് ആണ് ഡോക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടിനും അടി ഇടിയാണ്. അപ്പം അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ജോർജ് പി എബ്രഹാം സാർ എന്ന് പറയുന്നത്. ശരിക്കും അറിയത്തില്ല ഡോക്ടറിന് എന്ത് സംഭവിച്ചു എന്ന്. അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മനോവിഷമത്തിൽ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയി ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺസ് പുറകിലുണ്ട്. എന്തായാലും അതിൻ്റെ റീസൺ എന്തായാലും എനിക്കൊന്നും അറിയണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്ത് റീസൺ വന്നാലും നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. സോ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ടൈം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് ആൾക്കാരിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ആവും മുന്നോട്ട് പോകുമ്പോൾ. മെയിനായിട്ട് ഈ വർക്ക് പ്രഷർ തന്നെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർക്കൊരു മെൻ്റലി അവർക്കൊരു റിലാക്സേഷൻ കിട്ടിയെങ്കിൽ, ഇപ്പം പല രാജ്യങ്ങളും 4 days വീക്കിലി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മൺഡേ ടു ഒരു ഫ്രൈഡേ വരെയൊക്കെ വർക്കും, ബാക്കി ദിവസങ്ങളിൽ അവർക്ക് അവരുടേതായ ലൈഫിൽ എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ. അതേ കണക്ക് ഡോക്ടേഴ്സിനും ആ രീതിയിൽ ഒരു 48 അല്ലെങ്കിൽ 16 hours മാത്രം വർക്ക് ചെയ്യുന്നതില്ല. പക്ഷേ ഇപ്പം നമ്മളെ ഇന്ത്യയിലെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് 100+ hours വീക്കിലി നോക്കുമ്പോൾ. അത് ഏത് ഡോക്ടേഴ്സ് ചോദിച്ചാലും മനസ്സിലാവും. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതിന് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ദാറ്റ്സ് ഇറ്റ്.
എന്തായാലും ഭയങ്കര വിഷമായിപ്പോയി, ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ നിസ്സാരമായിട്ട് പോവുക എന്ന് പറയുമ്പം